നമസ്കാരം കുട്ടികളെ. ഇന്ന് നമ്മൾ ശ്രീമതി സുധാ ഉപാധ്യായയുടെ വളരെ മനോഹരവും ചിന്തോദ്ദീപകവുമായ ഒരു കവിതയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കവിതയുടെ പേര് ബോൺസായി എന്നാണ്. ഈ കവിതയിൽ ബോൺസായി എന്ന പേരിൽ ഒരു ചെടി സ്വന്തം കഥ പറയുന്നു. സ്വാതന്ത്ര്യത്തോടെ വളരേണ്ട ഒരു ചെടിയെ ഒരാൾ മുറ്റത്തുനിന്ന് മാറ്റി മനോഹരമായ ഒരു ചട്ടിയിൽ നട്ട് വീടിന്റെ സ്വീകരണമുറിയിൽ ഒരു അലങ്കാര വസ്തുവായി വെക്കുന്നു. ഇങ്ങനെ അതിന്റെ സ്വാഭാവിക വളർച്ച തടസ്സപ്പെടുത്തുന്നു. ചെടി മെല്ലെ ബോൺസായിയായി മാറുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ അതിൽ കായ്കളും പൂക്കളും ഉണ്ടാകുന്നത് ഉടമസ്ഥന് ഭീഷണിയായി തോന്നുന്നു. അതുകൊണ്ട് അയാൾ ചെടിയെ ഇളക്കി ഒരു ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിയുന്നു. അവസാനം ചവറ്റുകൂനയിൽ ഉപേക്ഷിക്കപ്പെട്ട ആ ചെടി പറയുന്നു, അവിടെ അതിന്റെ വേരുകൾ കൂടുതൽ പടർന്നു വളരുന്നു എന്ന്. ഈ കവിത നിയന്ത്രണങ്ങളെയും സാമൂഹിക ബന്ധനങ്ങളെയും ഭേദിച്ച് സ്വാതന്ത്ര്യം നേടുന്നതിന്റെ പ്രതീകമാണ്. ഇനി കവിതയുടെ ഓരോ വരിയുടെയും ആശയം നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാം. തുമ്നെ ആംഗൻ സെ ഖോദ് കർ, നീ എന്നെ മുറ്റത്തുനിന്നും, അതായത് സ്വാഭാവികമായ വളരുന്ന ഇടത്തുനിന്നും കുഴിച്ചെടുത്ത്. മുझे ലഗാ ദിയ സുന്ദർ ഗംലേ മേ, ഭംഗിയുള്ള ഒരു ചെടിച്ചട്ടിയിൽ നട്ടു. ഫിർ സജാ ലിയ ഘർ കർ ഡ്രോയിംഗ് റൂം മേ, എന്നിത് വീടിന്റെ സ്വീകരണമുറിയിൽ അലങ്കരിച്ചു വച്ചു. ഹർ ആനെ ജാനെ വാല ബഡി ഹസ്രത് സേ ദേഖ്താ ഹെ, അകത്തുവരുന്ന ഓരോ ആളുകളും വലിയ ആഗ്രഹത്തോടെ അല്ലെങ്കിൽ കൗതുകത്തോടെ എന്നെ നോക്കുന്നു. ഔർ ധീരെ ധീരെ മേ ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി, അങ്ങനെ പതിയെ പതിയെ ഞാനൊരു ബോൺസായിരായി രൂപാന്തരപ്പെട്ടു, അതായത് വളർച്ച നിയന്ത്രിക്കപ്പെട്ടു. മൗസം നെ ഫിർ കർവട്ട് ലി, പിന്നീട് കാലാവസ്ഥ, അതായത് സാഹചര്യം മാറി. മുജ്മേ ലഗേ ഫൽ ഫൂൽ നെ തുമേ ഫിർ ഡരായ, എന്നിലുണ്ടായ കായ്കളും പൂക്കളും നിന്നെ വീണ്ടും ഭയപ്പെടുത്തി. അബ്കി തുമ്നെ മുझे ഉഖാഡ് ഭേങ്ക ഘൂരേ പർ, ഇപ്രാവശ്യം നീ എന്നെ പിഴുതെടുത്ത് ചവറ്റുമുനയിലേക്ക്, അതായത് മാലിന്യമിടുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. ആവോ ദേഖ് കർ ജാവോ, നീ വന്നു നോക്കൂ. യഹാ മേരി ജഡേ ഓൾ ഫേൽ ഗയി ഹെ, ഇവിടെ എന്റെ വേരുകൾ കൂടുതൽ പടർന്നു വളരുന്നു എന്ന്. ഈ കവിത എഴുതിയത് സുധാ ഉപാധ്യായയാണ്. ഹിന്ദിയിലെ ഇന്നത്തെ എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട സ്ഥാനം അവർക്കുണ്ട്. ഉത്തർപ്രദേശിലാണ് അവർ ജനിച്ചത്. 1972 നവംബർ 29 അവരുടെ ജനനം. പ്രധാന കൃതികൾ: ഇസ്ലിയെ കഹുങ്കി മേ, ബോൾത്തി ചുപ്പി, പാഠ് പുനർപാഠ്, ഔപന്യാസിക് ചരിത്രോ മേ വർച്ചസ്വ കി രാജ്നീതി, ഛട്ടുവേൻ ദശക് കെ ബാദ് എന്നിവയാണ് അവരുടെ പ്രധാന രചനകൾ. ഷീല സിദ്ധാന്തകർ സമ്മാൻ, അമർ സരസ്വതി സമ്മാൻ, സാഹിത്യ ഗൗരവ് സമ്മാൻ, മൈഥിലി ശരൺ ഗുപ്ത പുരസ്കാരം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.